What is the probability of selecting a boy from a class containing 4 boys and 3 girls? Again, very simple. What is the probability of selecting a boy from a class containing 4 boys and 3 girls? അപ്പം ടോട്ടൽ 4 ബോയ്സും 3 ഗേൾസും ഉള്ള ക്ലാസ്സാണ്. മൊത്തം 7 പേര്. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് എ ബോയ്? അതിൽ നിന്ന് നമുക്ക് ഒരു ബോയ് സെലക്ട് ചെയ്യാനുള്ള ചാൻസ് എത്രയാണ്, അല്ലെങ്കിൽ പ്രോബിലിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ബോയ്സിനെ, ഈ 4 ബോയ്സിനെ B1, B2, B3, B4 എന്ന് പറയാം. ഗേൾസിനെ ജസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് G1, G2, G3 എന്ന് പറയുകയാണെങ്കിൽ സാമ്പിൾ സ്പേസ്. ഇനി നമ്മൾ ഏത് പ്രോബിലിറ്റിയുടെ പ്രോബ്ലം ചെയ്യുമ്പോഴും ആദ്യം സാമ്പിൾ സ്പേസ് എഴുതുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ആൻസർ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ അഗൈൻ നമ്മൾ ലാസ്റ്റ് ക്ലാസ് പഠിച്ചാൽ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ആണ്. ഒരു പർട്ടിക്കുലർ പ്രോബ്ലം എന്നുണ്ടെങ്കിൽ അതിൽ കിട്ടാനുള്ള, അതിൽ സംഭവിക്കേണ്ട എല്ലാ ഇവൻസിൻ്റെയും ലിസ്റ്റ്. അപ്പം സാമ്പിൾ സ്പേസ് എസ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയാം B1, B2, B3, B4, പിന്നുള്ളത് ഗേൾസിലെ. സോ G1, G2, G3. സോ ഇതാണ് നമ്മുടെ സാമ്പിൾ സ്പേസ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് എ ബോയ് ആണ്. സെലക്ടിങ് എ ബോയ്. ഈ സെലക്ടിങ് എ ബോയ് എന്നുള്ളത് വേണമെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ എ എന്ന് പറഞ്ഞ് എടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എ എന്ന രീതിയിൽ എഴുതാം. അതിന് ആവശ്യമില്ല പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് എ ബോയ്. അപ്പോൾ ഡെഫിനിഷൻ അറിയാം എന്താണ്. നമ്പർ ഓഫ് കേസസ് ഫേവറബിൾ ടു എ പർട്ടിക്കുലർ ഇവൻറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് ആണ്. ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് കേസ് എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5, 6, 7. മൊത്തം ടോട്ടൽ നമ്പർ ഓഫ് കേസസ് 7 ആണ്. അതിൽ നിന്ന് ഒരു ബോയ് സെലക്ട് ചെയ്യാനുള്ള സാധ്യത. അപ്പം ഇവിടെ നമുക്കുള്ളത് 4 ബോയ്സ് ആണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഗ്രൂപ്പിൽ നിന്നും ഒരു ബോയിനെ സെലക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ മൊത്തം 4 ബോയ്സാണുള്ളത്. അല്ലെങ്കിൽ ബോയ്സ് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഈ 4 ബോയ്സിൽ നിന്ന് ഏതെങ്കിലും ഒന്നായിരിക്കുമല്ലോ നമ്മൾ പിക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ടോട്ടൽ 4 ആണ്. പിന്നെ മൊത്തത്തിൽ നമ്മൾ ആ ഗ്രൂപ്പിലുള്ള 7 പേരാണ്. സോ ഒരു ബോയ് സെലക്ട് ചെയ്യാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ 4/7. അപ്പോൾ നമ്പർ ഓഫ് കേസസ് ഫേവറബിൾ ടു സെലക്ടിങ് എ ബോയ് എന്ന് പറഞ്ഞാൽ 4 എന്ന് പറയാം. ടോട്ടൽ നമ്പർ ഓഫ് കേസ് എന്ന് പറഞ്ഞാൽ 7. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. വാട്ട് ഈസ് ദ ചാൻസ് ഓഫ് ഗെറ്റിംഗ് എ ഹെഡ് വെൻ എ കോയിൻ ഈസ് ടോസ്ഡ്? അപ്പോൾ കോയിൻ ടോസ് ചെയ്യുമ്പോൾ സാമ്പിൾ സ്പേസ് നമുക്കറിയാം. ഹെഡ് കിട്ടുന്നത് H ആക്കിയിട്ടും അതുപോലെ ടെയിൽ കിട്ടുന്നത് നമ്മൾ T എന്ന് എഴുതുകയാണെങ്കിൽ ഇതിൻ്റെ സാമ്പിൾ സ്പേസ് HT എന്ന് എഴുതാം. റൈറ്റ്. സോ അങ്ങനെയാണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഹെഡാണ് ചോദിച്ചിരിക്കുന്നത്. getting a head. Okay, so again number of favorable case divided by total number of case. ഇവിടെ വരെ ടോട്ടൽ നമ്പർ ഓഫ് കേസ് എത്ര? ഒരു ഹെഡും ഒരു ടൈലുണ്ട്. അപ്പം 2. ഇനി നമ്പർ ഓഫ് കേസസ് ഫേവറബിൾ ടു എ, അതായത് ഹെഡ് കിട്ടുന്നത് ഇവിടെ എത്ര ഉണ്ട് നോക്കാം. ഒരു ഹെഡേ ഉള്ളൂ. സോ നമുക്ക് പറയാം പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഹെഡ് എന്ന് പറയുന്നത് 1/2 ആണ്. Right. Next, in 2 coins are tossed, what is the probability of getting both heads, at least one head, no head? അപ്പം ആദ്യത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ 2 കോയിൻസ് ആണ് ടോസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ സാമ്പിൾ സ്പേസ് ഒന്ന് എഴുതി നോക്കാം. 2 കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ സംഭവിക്കാം? രണ്ടും ഹെഡ് കിട്ടാം. റൈറ്റ്.
അതായത് 2 കോയിൻ ടോസ് ചെയ്യാണ്, രണ്ടും വീഴുന്നത് ഹെഡാണ് വിചാരിക്കുക. അതൊരു ചാൻസ് ആണ്, അല്ലെങ്കിൽ ഒരു സാധ്യതയാണ്. ഇനി ആദ്യത്തെ നമുക്ക് ഹെഡ് കിട്ടാം, രണ്ടാമത്തെ ടെയിൽ കിട്ടാം, അങ്ങനെ സംഭവിക്കാറ്. പിന്നെ ആദ്യത്തെ നമുക്ക് ടെയിൽ കിട്ടാം, രണ്ടാമത്തത് ഹെഡ് കിട്ടും. ഓക്കെ, ഇനി നമുക്കൊരു സാധ്യത രണ്ടും ടെയിൽ കിട്ടാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഔട്ട്കംസ് ആണ് വരിക. 2 കോയിൻ ടോസ് ചെയ്യുമ്പോൾ ആദ്യത്തെ ഹെഡ് രണ്ടാമത്തെ ഹെഡ് വരാം, ആദ്യത്തെ ഹെഡ് രണ്ടാമത്തെ ടെയില്, ആദ്യത്തെ ടെയില് രണ്ടാമത്തെ ഹെഡ്, പിന്നെ രണ്ടും ടെയിൽ വരാം. സോ ഇതാണ് മാക്സിമം ഔട്ട്കംസ്. സോ ഇതിൽ നിന്നും ഇനിയിപ്പോൾ നമ്മൾ സാമ്പിൾ സ്പേസ് എഴുതി, ഇനി എളുപ്പമാണ് ചെയ്യാനായിട്ട്. അപ്പം പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ഹെഡ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ബോത്ത് ഹെഡ്സ് എന്ത് കിട്ടും? നമുക്കറിയാം പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് കേസസ് ഫേവറബിൾ ടു എ പർട്ടിക്കുലർ ഇവൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ്. അപ്പോൾ രണ്ടും ഹെഡ് കിട്ടാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് കേസ് എത്ര? 1, 2, 3, 4 കോയിൻ ടോസ് ചെയ്യാണ്. 2 കോയിൻ ടോസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് മൊത്തം സാമ്പിൾ സ്പേസിലെ മെമ്പേഴ്സ് അല്ലെങ്കിൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് 1, 2, 3, 4 4ആണ്. സോ ടോട്ടൽ 4ആണ്. ഇനി അതിന് നമ്പർ ഓഫ് കേസ് ഫേവറബിൾ ടു എ, ഫേവറബിൾ ടു ഗെറ്റിംഗ് ബോത്ത് ഹെഡ്സ് ആണ്. അപ്പം ഇവിടെ നോക്കാം, രണ്ടും ഹെഡാവാനുള്ള അല്ലെങ്കിൽ ഹെഡാവുന്ന ഔട്ട്കം ഇത് മാത്രമേ ഉള്ളൂ, റൈറ്റ്? സോ 4 ഒന്നാണ് ബോത്ത് ഹെഡ് വരുന്നത്. സോ നമുക്ക് പറയാം 1/4. ഇനി രണ്ടാമത് അറ്റ്ലീസ്റ്റ് 1 ഹെഡാണ്. അറ്റ്ലീസ്റ്റ് 1 ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഒരു ഹെഡെങ്കിലും വേണം. അതിൻ്റെ അർത്ഥം ഒന്നിൽ കൂടിയാലും കുഴപ്പമില്ല. അപ്പോൾ ഒരു ഹെഡുള്ളത് എടുക്കാം, ഒന്നിൽ കൂടുതലുള്ളത് എടുക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു ഇവൻ്റാണ്, 2 ഹെഡ് വരുന്നത്, ഒന്നിൽ കൂടുതലാണ്. പിന്നെ 1 വരുന്ന എത്ര ഇവൻ്റ് ഉണ്ട്? ഇതൊന്നുണ്ട്, ഇതൊന്നുണ്ട്. സോ നമുക്ക് നമ്പർ ഓഫ് കേസസ് ഫേവറബിൾ ടു ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 ഹെഡ് എന്ന് പറയുന്നത് 3 ആണ്, റൈറ്റ്? ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് 4 കേസാണ്. സോ നമുക്ക് 3/4 എന്ന് പറയാം. നെക്സ്റ്റ് 1 ഹെഡ്, ഒറ്റ ഹെഡ് മാത്രം കിട്ടാനുള്ള സാധ്യത എത്രയാണെന്ന് ചോദിക്കാം. ടോട്ടൽ നമ്പർ ഓഫ് കേസ് 4ആണ്, ഒരു ഹെഡ് മാത്രം. സോ അങ്ങനെയാകുമ്പോൾ നമുക്ക് HT ഉണ്ട്, TH ഉണ്ട്, രണ്ടിലും ഒറ്റ ഹെഡ് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ എത്ര ഉണ്ട്? 2 ഉണ്ട്. സോ 2/4 വേണമെങ്കിൽ നമുക്ക് 1/2 നേടാം. സോ നെക്സ്റ്റ് നോ ഹെഡാണ്. ഹെഡ് കിട്ടാതിരിക്കാനുള്ള ചാൻസ്. ഇപ്പോൾ ഒറ്റ ഹെഡും കിട്ടാൻ പാടില്ല. ഇവിടെ നമുക്ക് 2 ഹെഡ് ഉണ്ട്, ഇവിടെ ഒരു ഹെഡ്, ഇവിടെ ഒരു ഹെഡ്. അപ്പോൾ ഹെഡ് ഇല്ലാത്തത് ഈ TT മാത്രമേ ഉള്ളൂ, രണ്ടും ടെയിലാണ്. സോ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് കേസ് 4 ആണ്. പിന്നെ ഒന്നിലും ഹെഡ് ഇല്ലാതിരിക്കുന്നത് ഒറ്റൊന്നേ ഉള്ളൂ. സോ ദിസ് ഇസ് 1. സോ റൈറ്റ് 1/4.